ക്ഷേത്ര വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നമസ്കാരം, മാന്യപ്രേക്ഷകർക്ക് ക്ഷേത്ര ന്യൂസിലേക്ക് സ്വാഗതം. സർവാഭീഷ്ടദായിനിയായ കാളിമലർക്കാവിലമ്മ. തൃശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട എടത്തിരിഞ്ഞിയിൽ കുടികൊള്ളുന്ന കാളിമലർക്കാവിലമ്മ കൊടുങ്ങല്ലൂരമ്മയുടെ ചൈതന്യത്തോടുകൂടി സർവ ഭക്തകുടുംബങ്ങൾക്കും അനുഗ്രഹം നൽകിക്കൊണ്ട് ശ്രീലകത്ത് സൗമ്യഭാവത്തിലും കീഴ്ക്കാവിലമ്മ പാലച്ചുവട്ടിൽ രൗദ്രഭാവത്തിലും കരയുന്നവർക്ക് സാന്ത്വനവും കാരുണ്യവും നൽകി വിദ്യാദായിനിയായും സന്താന സൗഭാഗ്യദായിനിയായും നാഗശായിനിയായും ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നു. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വന്നെത്തുന്ന അനേകായിരം വിശ്വാസികൾ ഇവിടുത്തെ പ്രധാന വഴിപാടായി 9 ആഴ്ച തുടർച്ചയായി നൽകുന്ന നാമജപത്തിലൂടെ ഉദ്ദിഷ്ട കാര്യസിദ്ധി നേടി സന്തോഷത്തോടെ സ്വഗൃഹങ്ങളിലേക്ക് മടങ്ങുന്നു. പ്രായം മുതലമ്മേ ജീവിതമെല്ലാമേ കണ്ണീരല്ലേ എത്ര ജീവിതം മുന്നോട്ടു പോയിടും എന്റെ അമ്മേ ദേവിയോടെന്നും പറഞ്ഞിടാൻ കാടി മലക്കാവിൽ വന്നതാണേ എന്നൂടെ വേദനയെല്ലാം പറയുമ്പോൾ എന്നൂടെ കൂടെ നീ വന്നിടണേ 10-15 പ്രായം മുതലമ്മേ ജീവിതമെല്ലാമേ കണ്ണീരല്ലേ എത്ര ഞാനമ്മേ ജീവിതം മുന്നോട്ടു പോയിടും എന്റെ അമ്മേ ദേവിയോടെന്നും പറഞ്ഞിടാൻ കാടി മലക്കാവിൽ വന്നതാണേ എന്നൂടെ വേദനയെല്ലാം പറയുമ്പോൾ കൈലാസനാഥന്റെ പൊന്മകളല്ലേ നീ കൈവിടാതെന്നെയും കാത്തിടണേ. 15 വർഷത്തിലധികമായി വ്യത്യസ്ത രീതിയിൽ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുന്ന ഈ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ചയാണ് പ്രധാന പ്രാർത്ഥനാ ദിനം. സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി കാരുണ്യപ്രവൃത്തികളുമായി കാളിമലർക്കാവിലമ്മയുടെ ക്ഷേത്രപാലകനും മാനേജിംഗ് ട്രസ്റ്റിയുമായ ശിവദാസൻ നമസ്കാരം, ഞാൻ കാളിമലർക്കാവ് ക്ഷേത്രപാലകൻ ശിവദാസനാണ്. കാളിമലർക്കാവ് ക്ഷേത്രം എന്ന് പറയുമ്പോൾ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒക്കെ ഒരു വ്യത്യസ്തമാകുന്ന ക്ഷേത്രമാണ് നമ്മുടെ കാളിമലർക്കാവ് ക്ഷേത്രം. ഈ കാളിമലർക്കാവ് ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാമജപത്തിൽ തന്നെ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് മന്ത്രതന്ത്രങ്ങളിലേതും ഞങ്ങൾക്കില്ല വൈഭവം തെല്ലുപോലും മാനസത്താമര പൂവീടൊന്നല്ലാതെ അർച്ചിക്കാനില്ലയമ്മേ ഒന്നും അർച്ചിക്കാനില്ലയമ്മേ. ഇവിടെ ആയിരക്കണക്കിന് ഭക്തന്മാർ വരുമ്പോൾ അവരെ കൊണ്ട് ഹോമകർമ്മങ്ങൾ ചെയ്യിക്കുകയോ മറ്റുള്ള ഒരു ചെലവും തന്നെ ഇവിടെ ചെയ്യിക്കാതെ അവരുടെ മനസ്സറിഞ്ഞുള്ള നാമജപമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട്. കൊടുങ്ങല്ലൂർ അമ്മയാണ് നമ്മളുടെ അമ്മ. കൊടുങ്ങല്ലൂരിൽ നിന്ന് നമ്മളുടെ അമ്മ
ഭക്തന്മാരുടെ നാമം കേട്ട് ആസ്വദിച്ചിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രതിഷ്ഠയായിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഐതിഹ്യം. അതുകൊണ്ട് ഇവിടെ നാമജപമാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള വഴിപാട്. 9 ആഴ്ചകളിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ദിനം ചൊവ്വയാണ്. 9 ചൊവ്വാ ദിനത്തിൽ വന്നിരുന്ന് രാവിലെ 9 മണിയോടുകൂടി വന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തീരുന്ന ആ നാമജപം ഉച്ചപൂജ കഴിഞ്ഞതിന് ശേഷം അമ്മ ഉച്ചപൂജ വരെ നാമം കേൾക്കാൻ മാത്രമാണ് ഇരിക്കുന്ന അമ്മ. അതുവരെ നമ്മുടെ പ്രാർത്ഥനകളൊന്നും അമ്മ ഗ്രഹിക്കില്ല. നാമം കേട്ട് ആസ്വദിക്കുകയാണ്. നാമം കേട്ട് ആസ്വദിച്ച് ഉച്ചപൂജ കഴിഞ്ഞാൽ അമ്മ പറയും, ഇനി മക്കളെ വന്നോളൂ, നിങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞോളൂ, ഞാൻ കേട്ടുകൊള്ളാം. അങ്ങനെ സർവ അഭിഷ്ടവരദായിനിയാകുന്ന ഭദ്രകാളി മഹാമായ കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്നുകൊണ്ട് ഭക്തന്മാരുടെ നാമങ്ങൾ കേട്ട് ആസ്വദിച്ചുകൊണ്ട് ഭക്തന്മാർക്ക് അനുഗ്രഹം നൽകുകയാണ്. കാലങ്ങളായി അനുഭവിച്ചു വരുന്ന കഷ്ടങ്ങളും ദുഷ്ടതകളും ശത്രുബാധാദുരിതങ്ങളും എല്ലാം, അതേപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങള്, ദാമ്പത്തിക പ്രശ്നങ്ങള്, സന്താനപ്രാപ്തി, മാംഗല്യ ദോഷങ്ങളൊക്കെ നീങ്ങിക്കൊണ്ട് സർവ ഐശ്വര്യം അമ്മ വളരെ അധികം ഭക്തന്മാർക്ക് അമ്മ കൊടുത്തു കഴിഞ്ഞു. 10,000-കണക്കിന് കുടുംബങ്ങൾ അതിന്റെ ഫലങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു നമ്മളുടെ അമ്മ. പിന്നെ കാളിമലർക്കാവ് ക്ഷേത്രം ട്രസ്റ്റിന്റെ മറ്റൊരു കാര്യം, ട്രസ്റ്റിന്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ കാരുണ്യ പ്രവർത്തനമാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു 10 രൂപ റെസീറ്റ് ഒരു വഴിപാട് എഴുതി കിട്ടിയാൽ അതിൽ 4 രൂപ ഞങ്ങൾ പാവപ്പെട്ടവന് വേണ്ടി മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. രോഗങ്ങൾക്ക് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ വീടില്ലാത്തവർക്ക് വീട് വയ്ക്കുവാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ പഠിക്കാൻ പൈസ ഇല്ലാത്ത കുട്ടികൾക്ക് പഠന സഹായമായിട്ട്, അതുപോലെ തന്നെ പട്ടിണിയുള്ളവർക്ക് അന്നമായിട്ടും, അങ്ങനെ പലവിധ രൂപത്തിൽ ഞങ്ങൾ സഹായിച്ചു വരികയാണ്. അപ്പോൾ കാളിമലർക്കാവ് ക്ഷേത്രത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ കാരുണ്യം എന്നുള്ളതാണ്. ഞങ്ങൾ അങ്ങനെ ഇവിടെ കണ്ടമാനം പൈസ കുമിച്ചു കൂട്ടുക, കണ്ടമാനം ബാങ്ക് ബാലൻസ് ഉണ്ടാക്കുക എന്നുള്ള ധാരണ ഞങ്ങൾക്കില്ല. പാവപ്പെട്ടവന്റെ ഉന്നമനമാണ് ഞങ്ങളുടെ ലക്ഷ്യവും. അമ്മയും പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. എൻ്റെ മുന്നിൽ വരുന്ന ഭക്തന്മാര്, സങ്കടങ്ങളുമായി വരുന്ന ഭക്തന്മാരെ സ്വാന്തനപ്പെടുത്തിക്കോളൂ, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം എന്നാണ് നമ്മുടെ അമ്മ ഉള്ളപ്പാട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കാളിമലർക്കാവിലെ അമ്മ എന്ന് പറയുന്നത്, അമ്മയുള്ള കാലം വരെ നാം അനാഥരല്ല, അമ്മ എന്നാൽ സ്നേഹമെന്ന് നാം അറിഞ്ഞിടേണം. അമ്മ ഒരു സ്നേഹനിധിയാണ്. സ്നേഹം കൊടുത്തിട്ട് വേണം മോക്ഷം നേടാൻ. ഇപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിച്ച് അമ്മയോട് പറയാണ്, ഇത്ര ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ അമ്മ നമ്മൾ തിരിഞ്ഞു നോക്കില്ല. പകരം നമ്മളെല്ലാം അമ്മയോട് സമർപ്പിച്ചാൽ, എല്ലാം അറിയുന്നോരമ്മേ എന്റെ വല്ലായ്മ നീ അറിയില്ലേ, വല്ലാതെ ഞാനലയും നീ ഘോര സംസാരമാം സാഗരത്തിൽ. നമ്മളെ കണ്ണിൽ നിന്നൊരു തുള്ളി വെള്ളം കൊറ്റു വീണാൽ അമ്മ ഓടി വന്ന് വാരി പിടിക്കും. കരയാതെ നീ എൻ്റെ കുഞ്ഞെ നിനക്കി കാളിമലർക്കാവിലമ്മയില്ലേ, തളരാതെ നീ എൻ്റെ കണ്ണെ നിനക്കി കാളിമലർക്കാവിലമ്മയില്ലേ. നിത്യവുമാ നാമമൊരു വീടും നമ്മളാ ഹൃദയത്തിൻ ചാരയല്ലേ, അമ്മതൻ ഹൃദയത്തിൻ ചാരയല്ലേ. ഭക്തി അകമഴിഞ്ഞ ഭക്തിയോടുകൂടി വന്നാൽ വാരി പുണർത്ത് മാറോട് ചേർക്കുന്ന അമ്മയാണ് നമ്മളുടെ അമ്മ. അതേപോലെ തന്നെ നമ്മ യാത്ര ചെയ്യുമ്പോ, യാത്ര ചെയ്യും നേരം എൻ്റെ കൂടെയുണ്ട് അമ്മ, അങ്ങനെയാണ് എൻ്റെ അമ്മ എന്നെ നോക്കിടുന്നു. അന്നമുണ്ണാതെ ഇരുന്നാൽ അമ്മയോടിയെത്തും, വേണ്ടുവോളമന്നമെന്നെ കൂട്ടിത്തരുമമ്മ. ഇങ്ങനെയുള്ള അമ്മയാണ് നമ്മുടെ അമ്മ. ഇതിനെല്ലാം ഇവിടെ പ്രാർത്ഥനയാണ്, നാമജപമാണ്. നാമജപം എന്ന് പറയുമ്പോൾ നമ്മള് സങ്കടങ്ങള്, ഞങ്ങളിവിടെ എഴുതിയിരിക്കുന്ന ബുക്ക് നിറയെ ഞങ്ങൾ എഴുതിയ നാമങ്ങളാണ്. സർവഭക്തന്മാർ സങ്കടങ്ങൾ പറയുന്ന ഒരു നാമമാണ്. സങ്കടം സഹിക്കുവാനാവാതെ ഞാനൊരു സന്ധ്യയ്ക്കു ഈ നടയിൽ വിതുമ്പിയപ്പോൾ, കുങ്കുമവും
വരമഞ്ഞൾ പ്രസാദവും എൻ്റെ കൈക്കുമ്പിളിൽ തന്നോ. ഞാനപ്പോഴെന്നെ മറന്നോ, അറിയാതെ തേങ്ങിക്കരഞ്ഞു. നമ്മൾ എന്തെല്ലാം പറയുവാൻ അമ്മയുടെ അരികിൽ ചെന്നാലും നമുക്ക് അറിഞ്ഞു പോകും. നമ്മൾ പറയാനുള്ളതൊക്കെ മറക്കും. നമ്മൾ അമ്മയോട് പറയാൻ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് അങ്ങനെയാണ്. അമ്മയെ കാണുമ്പോൾ തന്നെ നമ്മളെല്ലാം മറക്കുന്ന അമ്മയാണ് നമ്മളുടെ അമ്മ. വളരെയധികം പല ഇതര ദുഃഖങ്ങളായിട്ട് വരുന്ന കണ്ടമാനം ഭക്തകുടുംബങ്ങൾക്ക് അനുഗ്രഹമേകി ഇന്നേക്ക് 15 വർഷം തികയാണ് നമ്മുടെ കാളിമലർക്കാവ് ക്ഷേത്രം. വളരെയധികം ഓരോ ഭക്തന്മാരോട് ചോദിച്ചാലും അമ്മയെ കുറിച്ചിട്ടുള്ള അവധാനങ്ങള് നമ്മുടെ യേശുദാസ് പാടിയ പോലെ, 1000 നാവുള്ളൊരനന്തതേ നിനക്കാവുമോ ഭഗവാനെ വാഴ്ത്താൻ. ഭഗവാനെ പറ്റി പാടിയിട്ടുള്ള യേശുദാസ് എന്ന പോലെയാണ് ഞങ്ങളിവിടെ പറയുന്നത്. 1000 നാവുള്ളൊരനന്തതേ നിനക്കാവുമോ അമ്മയെ വാഴ്ത്താൻ. കാളിമലർക്കാവിൽ അമ്മ എന്ന് പറയുന്നത് ഭക്തിസാന്ദ്രമാണ്. ഭക്തി ഉണ്ടെങ്കിലേ ഈ അമ്മയിൽ നിന്ന് മോക്ഷം കിട്ടുകയുള്ളൂ. ഓടി വന്ന് മോക്ഷം വാങ്ങി പോകാന്ന് വെച്ചാൽ നിവൃത്തിയില്ല. ഞാൻ ക്ഷേത്രപാലകൻ മാത്രമാണ്. എനിക്കില്ലാതെ അമാനുഷികമാകുന്ന കഴിവുകളൊന്നും തന്നെ ഞാൻ ദൈവവുമല്ല. നിങ്ങളെപ്പോലെ ഒരു ഭക്തൻ മാത്രം ഞാൻ. പക്ഷെ നിങ്ങളെ അമ്മയിലേക്ക് അടുപ്പിക്കുവാനുള്ള മാർഗങ്ങളെല്ലാം എന്നിലൂടെ നിങ്ങളിലേക്ക് വന്നുകൊണ്ട് നിങ്ങളെ ഞാൻ അമ്മയിലേക്ക് അടുപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അമ്മയുടെ അരികിൽ കരയാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്ര കാലമായാലും അനുഭവിച്ചു വരുന്ന സർവ്വ ദുഃഖങ്ങൾക്കും ഇവിടുന്ന് പരിഹാരമുണ്ട്. ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. മനം നീറി നീറി ഞങ്ങൾ വരുന്നേ, അമ്മയെ കണ്ട നേരം കരഞ്ഞേ. ശക്തിയായി തീർന്നോരമ്മേ, ഭക്തരെ തുണയ്ക്കും അമ്മേ. കൊടുങ്കാളിയായോരമ്മേ, കൊടും ദുഃഖം തീർക്കും അമ്മേ. എന്നിൽ കനിഞ്ഞിടണേ അമ്മേ, വാത്സല്യമേകിടണേ മായേ. അമ്മ നമ്മൾക്ക് വാത്സല്യം തന്നാൽ, അമ്മ നമുക്ക് സ്നേഹം തന്നാൽ അത് മോക്ഷമാണ്. നമ്മൾ ഈ കാലം വരെ അനുഭവിച്ചിട്ടുള്ള ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് മോക്ഷം നൽകുന്ന അമ്മയാണ് നമ്മളമ്മ. കാളിമലർക്കാവിൽ ഓടി വന്ന് എല്ലാം പെട്ടെന്ന് സാധിച്ചു പോകാമെന്ന് ആരും ധരിക്കരുത്. അമ്മയെ 9 ആഴ്ച വന്ന് നാമം ചൊല്ലി നാമത്തിലിരുന്ന് അമ്മ നിങ്ങളിലേക്ക് 9 ആഴ്ച വന്ന് 9ാമത്തെ ആഴ്ച 100 മില്ലി എണ്ണ നിങ്ങളുടെ പേരിൽ അമ്മയ്ക്ക് എഴുതി വെച്ച് കൊടുത്ത് അമ്മയെ അഭിഷേകിച്ച് അമ്മ നിങ്ങൾക്ക് അനുകൂലമായി വരുമ്പോഴാണ് നിങ്ങൾക്ക് അമ്മയുടെ മോക്ഷം ലഭ്യമാകുന്നത്. അങ്ങനെ ഒരു സ്നേഹനിധിയാകുന്ന അമ്മയാണ് നമ്മുടെ കാളിമലർക്കാവിൽ അമ്മ. ഈ അമ്മയുടെ അരികിൽ വന്നാൽ തീരാത്ത ദുഃഖങ്ങളില്ല, അടങ്ങാത്ത ദോഷങ്ങളില്ല. അവരെ ഇവിടെ 2 ഭാവമാണ് അമ്മയ്ക്ക്. കീഴ്ക്കാവ് പാലയ്ക്കൽ അമ്മ, ഒരു പാലയുടെ ചുവട്ടിരിക്കുന്ന അമ്മയുണ്ട്. അവിടെയാണ് ഗുരുതി നടക്കുന്നതും ശത്രുപാത ദുരിതങ്ങൾക്കുള്ള ശത്രു സംഹാര പുഷ്പാഞ്ജലിയും ഗുരുതി പുഷ്പാഞ്ജലിയൊക്കെ അവിടെയാണ് നടക്കുന്നത്. 30 ചൊവ്വ ദിനത്തില് അവിടെ ഗുരുതിയുണ്ട് വൈകിട്ട്. അതേപോലെ തന്നെ സർവ്വ ദുരിതങ്ങൾക്കും അവിടെ മോക്ഷം അമ്മ നൽകുന്നുണ്ട്. അതുകൊണ്ട് സർവ്വഭക്തന്മാരും ഒരു നേരമെങ്കിലും നിങ്ങൾ കാളിമലർക്കാവിൽ അമ്മയുടെ വന്ന് ഒരു നേരമെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് മനസ്സൗഖ്യം ഉറപ്പായിട്ടും മനസ്സമാധാനം കിട്ടും. ആ സമാധാനം നിങ്ങളുടെ ജീവിതത്തിലെ വരും കാലത്തെ മോക്ഷത്തിന്റെ ദുഃഖങ്ങളുടെ മോക്ഷത്തിന് കാരണമാകും എന്ന് മാത്രം ഞാൻ പറയുന്നു. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ശരണം, ദേവി ശരണം. സെക്രട്ടറി തിലകൻ, പ്രസിഡന്റ് ജയൻ കോറോത്ത്, ട്രഷറർ വിമൽ എന്നിവരടങ്ങുന്ന 16 അംഗ ട്രസ്റ്റും ഇവിടെ പ്രവർത്തിക്കുന്നു. നമസ്കാരം, ഞാൻ കാളിമലർക്കാവ് ക്ഷേത്രം പ്രസിഡന്റ്, അതുപോലെ മുത്തപ്പൻ്റെ കോമരം ജയൻ കോറാത്താണ്. നമ്മൾ കാളിമലർക്കാവ് ക്ഷേത്രം എന്ന് പറയുന്ന വെച്ചാൽ കൂട്ടമായ നാമജപം, ദേവീ സന്നിധിയിൽ നടക്കുന്ന ആ നാമജപത്തിൽ സ്വയം സമർപ്പിച്ച് ആ നാമജപത്തിൽ പങ്കെടുത്ത് അമ്മയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുക എന്നാണ് നമ്മൾ പറയുക. ഇവിടെ വരുന്ന ഭക്തന്മാര് ജാതി മത ഭേദമന്യേ ആർക്കും വേണമെങ്കിലും മനുഷ്യനായ മതി. ശരിക്കും പറഞ്ഞാല് ആ മനുഷ്യനായ ആർക്കും ഇവിടെ വന്ന് അമ്മയുടെ നാമജപത്തിൽ പങ്കെടുക്കാം, ഈ ക്ഷേത്രം ദർശനം നടത്താം. അതുപോലെ നമ്മുടെ ക്ഷേത്ര ട്രസ്റ്റ് 14 അംഗ ട്രസ്റ്റാണ് നമ്മുടെ ക്ഷേത്രത്തിലെ.
നമ്മുടെ ഇവിടെ കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം ശരിക്കും പറഞ്ഞാൽ നമ്മള് പാവപ്പെട്ട നമ്മുടെ അമ്പലത്തിൽ വരുന്ന നിർധനരായ അല്ലെങ്കിൽ അതുപോലെ തന്നെ അസുഖങ്ങളായി കിടക്കുന്ന ആളുകൾക്ക് നമ്മളേതായ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നു. അമ്മയുടെ അരുളപ്പാടും അമ്മയുടെ ആഗ്രഹവും അതുപോലെ ക്ഷേത്രപാലകൻ ശിവദാസേട്ടന്റെ ആഗ്രഹവും അത് തന്നെയാണ്. ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ സാമ്പത്തിക പരിധിയിൽ നിന്നുകൊണ്ട്. അതുപോലെ നമ്മൾക്ക് കേരളത്തിലെയും ഇന്ത്യയിലെയും തന്നെ പല സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ കേരളത്തിലെ പല ജില്ലകളിലും നമുക്ക് ഒരുപാട് ഭക്തന്മാരുണ്ട്. നമ്മുടെ ഏറ്റവും പ്രത്യേകത വെച്ചാൽ കേരളത്തിലെ 10-30 യൂണിറ്റുകൾ, ഓരോ യൂണിറ്റുകളിൽ നിന്ന് പ്രവർത്തിക്കുന്ന വെച്ചാൽ അവിടെ നിന്ന് വരുന്ന ഭക്തന്മാർക്ക് കൂട്ടമായി വന്ന് ഒരു വണ്ടിയൊക്കെ വിളിച്ച് കൂട്ടമായി വന്ന് ഈ അമ്മയുടെ സന്നിധിയിൽ വന്ന് നാമജപത്തിൽ പങ്കെടുക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും ആ യൂണിറ്റിൽ കൂടിയാണ് നമ്മൾ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇവിടെ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന വെച്ചാൽ ഇവിടുത്തെ ഒരു ഭക്തനായി മാത്രമേ അതിന് നമ്മൾ എന്താ പറയാ കാരുണ്യ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുള്ളൂ. അത് ആ യൂണിറ്റിലെ സെക്രട്ടറി, പ്രസിഡന്റ്, ഖജാൻജി അവര് നമ്മളെ അറിയിച്ച് നമ്മൾ അവരോട് അവിടെ എന്താ പറയാ അറിവിനനുസരിച്ച് നമ്മൾ ആ ഭാഗത്ത് പോയിട്ട് അവർക്ക് അർഹതപ്പെട്ടവർക്ക് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആ സഹായം കൊടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നന്ദി, നമസ്കാരം. ക്ഷേത്ര ന്യൂസ്, തൃശൂർ. ക്ഷേത്ര വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.